ഈയൊരു വൈദ്യര് ഒരു തേനീച്ചയുടെ കൊമ്പ് പറിച്ച് ഒരു പെൺകുട്ടിയുടെ നാവിൽ കുത്തി. അവളുടെ രുചി തിരിച്ചറിയാനുള്ള കഴിവ് തിരിച്ചു കൊണ്ടുവരാനാണ് അയാൾ അങ്ങനെ ചെയ്തത്. പക്ഷേ ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടും അവളെ കൊണ്ട് ഒരു സാധനത്തിന്റെ ടേസ്റ്റ് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഈ സമയം കൊട്ടാരത്തിലെ കിച്ചണിലേക്ക് രണ്ടുപേർ ചേർന്ന് കുറച്ച് തിമിംഗലത്തിന്റെ ഇറച്ചി കൊണ്ടുവരുന്നു. ഇതുവരെ ആ കൊട്ടാരത്തിൽ തിമിംഗലത്തിന്റെ ഇറച്ചി ആരും പാചകം ചെയ്തിട്ടില്ല. രാജാവിന്റെ അസിസ്റ്റന്റ് രുചി അറിയാൻ സാധിക്കാത്ത പെൺകുട്ടിയോടും മറ്റൊരു പെൺകുട്ടിയോടും ആ തിമിംഗലത്തിന്റെ ഇറച്ചി ഉപയോഗിച്ച് രാജകുമാരന് വേണ്ടി 2 ഭക്ഷണങ്ങൾ കുക്ക് ചെയ്യാൻ പറഞ്ഞു. അതിലേതാണ് നല്ല ഭക്ഷണമെന്ന് രാജകുമാരൻ തീരുമാനിച്ച് അത് കുക്ക് ചെയ്ത ആൾക്ക് ഒരു വലിയ സമ്മാനം ലഭിക്കും. ആ പെൺകുട്ടിയുടെ എതിരാളി അവൾക്ക് രുചി അറിയാനുള്ള കഴിവില്ല എന്ന് മനസ്സിലാക്കി താൻ തന്നെ അതിൽ വിജയിക്കുമെന്ന് ഉറപ്പിച്ച് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ ആരംഭിച്ചു. അത് കാര്യമാക്കാതെ ആ പാവം പെൺകുട്ടി ആ മീറ്റ് കുറച്ചെടുത്ത് വായിൽ വെച്ച് നോക്കി. അതിന്റെ ടെക്സ്ചർ മനസ്സിലാക്കി ഒട്ടും സമയം കളയാതെ അവളും കുക്ക് ചെയ്യാൻ ആരംഭിച്ച് അവർ രണ്ടുപേരും കൃത്യസമയത്ത് ഭക്ഷണങ്ങൾ പാകം ചെയ്തു. താൻ തന്നെ അതിൽ വിജയിക്കുമെന്ന് കരുതി അവളുടെ എതിരാളി വളരെ കോൺഫിഡന്റ് ആയി നിന്നെങ്കിലും ആ പാവം പെൺകുട്ടിയുടെ ഭക്ഷണമാണ് രാജകുമാരൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം ആ തിമിംഗലത്തിന്റെ ഇറച്ചി അവൾ വായിൽ വെച്ചപ്പോൾ തന്നെ ആ വൈദ്യർ കൊടുത്ത മരുന്ന് പ്രവർത്തിച്ച് രുചി അറിയാനുള്ള അവളുടെ കഴിവ് തിരിച്ചു വന്നിരുന്നു.